അറിയാതെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ പലരും അത് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീരേഖ, ഞാൻ 4th റാങ്കാണ് കൊടുത്തത്. അഭിഷേക് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്ന ഒരാളാണ്. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ സ്വയം ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയർ ആണ്. പിന്നെ 1-2 വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാതെ മൊത്തത്തിൽ എല്ലാവരെയും അനലൈസ് ചെയ്തതിന് ശേഷം ഗെയിം നന്നായി മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നല്ല ഭാവിയുള്ള ഒരു പ്ലെയർ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് 4th. ഭയങ്കര സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ട് ആള്. പക്ഷെ ഉള്ളിലൊന്നും വെക്കുന്നില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് കയ്യിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്ത് അവൻ റിയാക്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലൊരു പ്ലെയർ ആണ്. 4 കൊടുത്തേ. അപ്പൊ അബിയോട് ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് ഏകദേശം അബിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. അവന് ഒരുപാട് ടാലന്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. എന്താണ് അബി ഇവരോട് പറയാനുള്ള? പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് വന്നപ്പോ ഉള്ള ഞാൻ പെട്ടെന്ന് ജെല്ലാവുന്ന ഒരാളല്ല. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പോയി ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ടുമുണ്ട്. പലരുമായിട്ട് എനിക്ക് നല്ല കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വീക്ക് ആയിട്ടുള്ളൂ, ഇനിയും കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് റാങ്ക് എത്ര കൊടുക്കാന്നുള്ള തീരുമാനിക്കാം. ജിൻഡോ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്ന ആളാണോ? പിന്നെ ഫസ്റ്റ് കൊടുത്തത് ആരാണ്? അർജുൻ. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര കാമായിട്ട് തോന്നി. ബട്ട് കുറെ പോയിന്റ്സും കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്. സോ സൈലന്റ് ആയിട്ട് നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ഫീൽ. കുറെ മുമ്പോട്ടാണെങ്കിലും കുറെ കാമായിട്ട് ഡീൽ ചെയ്യുന്നു തോന്നുന്നു. സോ പക്ഷെ നമ്മുടെ റൂള് ബ്രേക്ക് ചെയ്യാനും എടുക്കാനാണെന്ന് തോന്നിയാ? അത് പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആണല്ലേ? അപ്പം കുറെ പേര് ഇൻജെക്ട് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഐഡിയ, പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി, അതിലൊരു യെല്ലോ കാർഡ് കിട്ടിയാലും പുള്ളിക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. സോ മുമ്പോട്ട് നല്ലത്. അപ്സര എത്ര മാർക്കാ കൊടുത്തത്? 3. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരാളെ അല്ല ഇപ്പൊ ഇവിടെ കാണുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ച് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളെന്നാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ആളിങ്ങനെ പതിയെ, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ ആമയും മൊയിലിന്റെ ഗെയിം ഇല്ലേ, അതില് ആമയാണോ എന്ന് ഞാൻ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പതുക്കെ 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 കയറുവാണ്. എന്തായാലും ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരണ്യാണോ 5 കൊടുത്തത്? എത്ര? യെസ് ലാലേട്ട 5 കൊടുത്തു. ഇവിടെ വന്നിട്ട് ഈ കാംനെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ പുള്ളി ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അതാണ് ആദ്യം തന്നെ എന്നെ ജയിലിൽ വിടുവോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് ചോദിച്ച് വാങ്ങി എടുത്തതാണ് സായി ചേട്ടൻ. അപ്പം ചേട്ടന് തന്നെ അറിയാം ചേട്ടൻ ചെയ്ത തെറ്റാണ്. അപ്പം ചോദിച്ച് തന്നെ വാങ്ങുന്ന ഒരു സംഭവം. യു ആർ വെരി ക്ലെവർ. സോ ഞാൻ നോട്ട് ഇട്ടു. സോ ഞാൻ 2 കൊടുത്തത്. പറയുന്ന പോയിന്റ്സ് വാലിഡ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ധാരണയോടുകൂടി കയറി വന്നിട്ട് ആ ധാരണകൾ പലപ്പോഴും മാറിപ്പോയത് കൊണ്ട് പറഞ്ഞ നിലപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ കുറച്ച് സമയം സായി എടുത്തു എന്ന് പോലെ എനിക്ക് തോന്നി. സായി, എന്താണ് അവരോട് പറയാനുള്ളത്? നിങ്ങൾ പ്രെഡിക്ട് ചെയ്ത് കറക്റ്റ് ആണ്. ഞാൻ ബ്ലാസ്റ്റ് ആവും, ഉറപ്പാണത്. ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ എന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് എന്റെ ടാസ്ക്, സീരിയസ്ലി. ബിക്കോസ് ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് കൺട്രോൾ ചെയ്ത് പിടിക്കുക എന്നുള്ളത് ഒരു ഗെയിം തന്നെയാണ്. എനിക്ക് 100 ദിവസം അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കപ്പടിച്ചിട്ട് പോവാം. അപ്പൊ അത് എനിക്ക് കൊടുത്തൊരു സെൽഫ് ടാസ്ക് ആണത്. സോ അത് എനിക്ക് ലേണിംഗ്, എനിക്ക് നിങ്ങളെ പഠിക്കാൻ പറ്റും. ഞാൻ അതിന് നിന്ന് തരാതെ എത്രത്തോളം മുന്നോട്ട് പോകുന്നത് നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയും ചെയ്യും. അത്രത്തോളം എനിക്ക് അത് വെച്ച് കളിക്കാം. ഓക്കെ, അപ്പൊ കൺട്രോള് പോവാതെ ഇരിക്കട്ടെ, ഞങ്ങളുടെ കൺട്രോളും കളയരുത്. ഇരിക്കും. അടുത്ത ആള് വരൂ. 6. എന്ത് പറ്റി? വരൂ ലാലേട്ട. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സാധനം നമ്മളെ നാവാണ്. അവൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ആ നാവ് നമ്മൾ സൂക്ഷിക്കണം. അത് ആള് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ചെയ്യോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. എനിക്ക് ഇതുവരെ ഉള്ളതിൽ ബാക്കി ഡേയ്സ് ഒക്കെ നല്ല ആളായി തോന്നി. പക്ഷെ ആള് പറയുന്ന കാര്യങ്ങൾ എന്താന്നുള്ള ഇനിയും സൂക്ഷിക്കണം. ഇനിയും പറയോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് 6 കൊടുക്കാനേ തോന്നുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്. ഒന്നിനും പേടിയില്ല. കാരണം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം എത്ര പേര് നോമിനേറ്റ് ചെയ്ത് മുഖത്ത് വരച്ചു കൊടുത്തിട്ടും അദ്ദേഹം നിവൃത്തി ഇങ്ങനെ നിൽക്കുക. ഇവിടെ എല്ലാവരും പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ പുള്ളിയുടെ മേത്തേക്ക് കയറിയിട്ടും പുള്ളി അവിടെ നിൽക്കുക. അത് നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. താങ്ക് യു. ഗബ്രി 5 ആണ് കൊടുത്തത്.
അതെ അതെ, ഫസ്റ്റ് ഉണ്ടായ ഇംപ്രഷനിൽ നിന്ന് ഒരുപാട് മാറി. പക്ഷേ ഗെയിം സ്ട്രാറ്റജി പുള്ളി ഇവിടെ കരുതി വന്നൊരു സാധനം ഇവിടെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ പൊളിഞ്ഞ് താഴെ വീണു. അപ്പൊ ക്യാരക്ടർ ഫുൾ ആയിട്ടൊന്ന് ഷിഫ്റ്റ് ആയി. പക്ഷെ ആ ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടം തോന്നിയത്. പക്ഷെ ആ ഗെയിം സ്ട്രാറ്റജി പൊളിഞ്ഞൊരു കാര്യത്തിൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 5th റാങ്ക് ആണ് കൊടുക്കാൻ തോന്നിയത്. എന്താണ് അഭിഷേക് ഇവർക്ക് മറുപടി പറയാനുള്ളത്? സർ, ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ കാര്യം പലരുടെ ആൻസർ ഇതുപോലെ തന്നെ ആയിരിക്കാം. ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഉള്ളത് എന്റെ ചിന്താഗതി എന്താണെന്നാണ് അവര് മനസ്സിലാക്കിയത്. പക്ഷെ ഇത്ര ദിവസം നിന്നപ്പോഴത്തേക്ക് എന്റെ ക്യാരക്ടർ എന്താണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കി. പക്ഷെ എന്തായാലും റാങ്ക് കുറവാണെങ്കിലും അതിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അവരെന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, നമ്മുടെ ബിഹേവിയർ പാറ്റേണിൽ കൂടെയാണ് നമ്മൾ ആരാണെന്ന് അവർ മനസ്സിലാകുന്നത്, അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ചിന്തകള് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് അവർക്ക് അറിഞ്ഞൂടാ. അതെ, പക്ഷെ എനിക്ക് പുറത്തെ കാര്യം പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കൺവേ ചെയ്യാനും പറ്റില്ല. നമുക്കും അറിയില്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും 2 രീതിയിലായിരിക്കും. അത് ആ ഗെയിമിന്റെ കാര്യമായിരിക്കാം. എന്തായാലും വളരെ സന്തോഷവാനാണ്. അപ്പൊ ഇരിക്കൂ, ഞങ്ങളും ഹാപ്പിയാണ്. ഇരിക്കൂ. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ടു. വിളിക്കാം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഇനി ഒരു ആളെയും കൂടെ വിളിക്കാനുണ്ട്. അങ്ങനെ പൂജയെ വിളിക്കാതെ പോവും ഞങ്ങള്. കാണിച്ചോളൂ, എഴുതിക്കോളൂ. നോറ, തീർച്ചയായിട്ടും നോറയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതെ സർ, ഞാൻ പൂജനായിട്ട് സംസാരിച്ച സമയത്ത് 2-3 ഇഷ്യൂസിൽ ഞാൻ സംസാരിച്ചപ്പം ആള് ആ ഒരു സൈഡിനെ പറ്റി ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. സെക്കൻഡ് ടൈം വേറൊരു ഇഷ്യൂലും ആ ഒരു സൈഡിന്റെ എക്സ്പ്ലനേഷൻ കണ്ടു. സോ എനിക്ക് അതൊരു ഡിപ്ലോമാറ്റിക് ആയി നിൽക്കുന്ന മാതിരി തോന്നി. ഡിപ്ലോമാറ്റിക് ആയി നിൽക്കുന്ന ഒരു ആളാണെങ്കിൽ ഇവിടെ എത്രത്തോളം ദിവസം മുന്നോട്ട് പോകുന്നുള്ളത് ആസ് എ മത്സരാർത്ഥി എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ജിൻഡോ വീണ്ടും ഫസ്റ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നു. ജിൻഡോ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നു. 1-ലും മേളിൽ കൊടുക്കണം ആൾക്ക്. ഓ, അതൊക്കെ എന്താ കാര്യം? 1-ലും മേളിലേക്ക് ഇല്ല, അതുകൊണ്ട് അതിലും മേളിൽ കൊടുക്കണം. എന്താ കാര്യം? ഗെയിമറാണ് ആള്. എല്ലാവരും മനസ്സിലാക്കി വന്ന് പയ്യെ എനിക്ക് വന്നപ്പോ തന്നെ എന്നെ അടിച്ച് ഇരുത്താനുള്ള സാധനം എനിക്ക് പറഞ്ഞു തന്നു. എന്താണത്? ജിൻഡോന്റെ ജിമ്മ് തകർക്കപ്പെടുന്നു. ആ ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേന്ന്. നിങ്ങളത് വിശ്വസിച്ചോ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എനിക്ക് ഒരെണ്ണം തകർന്നാലും 10 ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പിന്നെന്താ, നമുക്ക് നല്ലൊരു എതിരാളിയാണെന്ന് തോന്നി. എതിരാണെന്ന് തോന്നി. ഓക്കെ, ഇരിക്കാമനെ. ജാൻമണി ഫസ്റ്റ് ആണോ കൊടുത്തത്? അതെ. പേഴ്സണലി പൂജാതെ കുറെ കണക്ട് ആയി നമ്മള്. കാരണം 1 വീക്ക് ആയി ഇപ്പോ. സോ പൂജ എനിക്ക് എന്റെ കുറെ കാര്യങ്ങളുമുണ്ട് എനിക്ക് മനസ്സിലാക്കി കൊടുത്ത ക്യാരക്ടർ. റോഡിൽ എങ്ങനെ പോകണം, പിന്നെ കംഫർട്ടബിൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. അത് ജിൻഡോയ്ക്ക് മാത്രം. ഓക്കെ, ഗബ്രി ഫസ്റ്റ് റാങ്ക് കൊടുത്തത് എന്താ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു വന്നവരിൽ വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് ആയിട്ട് പൂജനെ ഫീൽ ചെയ്തു. കാരണം പൂജ സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. ചിന്തിക്കുന്ന രീതികളിലും എനിക്ക് കുറെ കൂടി സ്മാർട്ട്നെസ് ഫീൽ ചെയ്തു. എംപതി ഉള്ള പോലെ ഫീൽ ചെയ്തു. കാരണം ഇവിടെ ഉള്ളവരുടെ അവസ്ഥ പുറത്തുനിന്ന് കണ്ടു വന്നിട്ടാണെങ്കിലും ഇതിന്റെ അകത്ത് കൂടെ വന്നവർ തന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന കാര്യം ഫീൽ ചെയ്തപ്പോൾ പൂജ ആ ഒരു എംപതൈസ് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്. പൂജയുടെ വ്യക്തിപരമായിട്ടൊരു നിലപാട് അവിടെ മുമ്പോട്ട് വെച്ചു. അപ്പൊ ആ ഒരു കാര്യത്തിൽ എല്ലാ തരത്തിലും നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പൂജയ്ക്ക് ഫസ്റ്റ്. എത്രയാണ് കൊടുത്തത്? 2. ഓക്കെ. പൂജ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ജെല്ലാവാൻ പറ്റുന്ന ഒരാളാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എന്ത് കാര്യങ്ങളും നന്നായിട്ട് ഡീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇനി പോകെ നന്നായിട്ട് പോവാണെങ്കിൽ 1 ആണോ കൊടുത്തത്? ശ്രീതു? അതെ സർ, 2 ആണ് കൊടുത്തത്. എങ്ങനെയുണ്ട്? നല്ലൊരു ജോലി ടൈപ്പുള്ള ഒരു പേഴ്സൺ ആണ്. ഒരു ടാസ്ക് വരുമ്പോൾ കൂടെ ഇവരുടെ ടീമാണ് ജയിച്ചത്. അതിന് മാക്സിമം എനിക്കറിഞ്ഞിട്ട് പൂജത ഫുൾ ആൻഡ് ഫുൾ നിറയെ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ കുറച്ച് ഇവരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് സെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ സർ. ഋഷി? ഞാൻ 1 കൊടുത്തത്. ഉറപ്പായിട്ടും 1 കൊടുത്തത്. കുടിച്ചോണ്ടാണോ? ഇല്ല, അതും പറയാം. സ്മാർട്ടാണ് പൂജ, ഭയങ്കര സ്മാർട്ടാണ്. നല്ല വൊക്കാബുലറി സ്കിൽ ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ട് പേഴ്സൺ ആണ്, ജെനുവൻ ആണ്. എല്ലാം ഒരുമിച്ചുണ്ട്. ഇരിക്കാം. പൂജ, എന്താണ് ഇവരോട് പറയാനുള്ളത്? അല്ല, ഇപ്പൊ ഞാനാണോ അരച്ചു കളിക്കുന്നത് ഇവരാണോ അരച്ചു കളിക്കുന്നതാണ് എന്റെ ഡൗട്ട്. എന്നെ ഭയങ്കരമായിട്ട് ആക്ച്വലി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറെ മനസ്സിലാക്കണം. ആക്ച്വലി ജിൻഡോയുടെ തമാശ പറഞ്ഞാണ് അതെങ്ങനെയൊക്കെ എടുത്തതൊക്കെ ഞാൻ വിചാരിച്ചില്ല. തിരിച്ചു പോലൊന്നും പറഞ്ഞില്ലല്ലോ, എന്റെ ബുദ്ധി. ശരി, ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ജാസ്മിൻ, അത് കയ്യിൽ വെച്ചോട്ട് അത് ആർക്കും കാണിക്കരുത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടി, ഫസ്റ്റ് 1, 2, 3 എന്നുള്ള എഴുതി വെക്കണം. വേറെ പലരും വന്ന് ചോദിക്കും, അരച്ച് കലക്കി കുടിക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾ എത്ര അരച്ച് കലക്കി കുടിച്ചാലും പ്രേക്ഷകർ നിങ്ങളെ അരച്ച് കലക്കി കുടിക്കുന്നതാണ് അവസാനത്തെ അരച്ച് കലക്കി കുടി. ഒരു ബ്രേക്ക്.